ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സൺഡേ സർവീസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളെ ഓൺലൈനിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫേസ്ബുക്കിൽ നോക്കാവുന്നതാണ്. ഞങ്ങളുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ബോംബെയിലുള്ളവരാണ് എങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞു തരുന്നതാണ്. ഞങ്ങളെ ഓൺലൈനിൽ കാണുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിലൊരു PDF ഫയൽ ഉണ്ട്. ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. വരൂ നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. ഇന്നലെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഞാനിരുന്ന് യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയായിരുന്നു. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ നിന്നും ജനിച്ചത്. വരൂ നമുക്ക് വചനത്തിൽ നോക്കാം. ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ എല്ലാം ഞാൻ വളരെ സന്തോഷവതിയാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം വചനം കേൾക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. അനേകരുടെ കണ്ണുകൾ തുറക്കുന്ന വചനം കേൾക്കുന്നതിലൂടെ അനേക രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഇതൊരു ശക്തിയാണ്. ഇത് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ശക്തി. നമ്മൾ ആരാണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ ഉണരുമ്പോൾ പിതാവ് നമ്മളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുമ്പോൾ മുഴുവൻ സ്വർഗരാജ്യവും നിങ്ങളോടൊപ്പം അതിനായി നിൽക്കുന്നു. വരൂ ഈ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചത്. ദൈവം ആദത്തെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയായി മാറി. അതിനുശേഷം അവൻ പാപത്തിൽ വീണു. അവന്റെ ആത്മാവ് മരിച്ചു. അവന്റെ ശരീരവും മരിക്കുവാൻ തുടങ്ങി. അവന്റെ പ്രാണൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അതും തെറ്റിപ്പോയി. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇംഗ്ലീഷിൽ നമ്മൾ ബിഗോട്ടൻ എന്ന് വായിക്കുമ്പോൾ അതിന്റെ എബ്രായ ഭാഷയിലുള്ള അർത്ഥം തന്നെ പോലെ തന്നെയുള്ള ഒന്ന് എന്നാണ്. അതിന്റെ ഹീബ്രു വേർഡ് മോണോജീൻ എന്നാണ്. അതിന്റെ അർത്ഥം പുത്രന് അവന് ഇതിനു മുമ്പിൽ ജാതിയിൽ അവന് അസ്തിത്വമില്ലായിരുന്നു. ദൈവം തന്റെ മോണോജീനെ അയച്ച് ഒരു വിത്തിനെ പോലെ. എങ്ങനെയുള്ള വിത്ത്? അതിനു മുമ്പ് അസ്തിത്വമില്ലായിരുന്നു. അവൻ സ്വന്തം ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഭൂമിയിൽ വന്നു ക്രൂശിൽ കയറി എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ട് അവൻ മരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ക്രൂശ് എന്ന് പറയുന്നത് ഒരു പ്രതിരൂപമാണ്. യേശു ക്രൂശിൽ കയറിയപ്പോൾ നിങ്ങളും ക്രൂശിൽ കയറി. അവൻ അടക്കപ്പെട്ടപ്പോൾ നിങ്ങളും അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നീയും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നിങ്ങൾ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ നിങ്ങളുടെ വീണ്ടും ജനനം അവിടെ നടന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആദത്തിൽ നിന്ന് ജനിച്ചവരല്ല. നിങ്ങൾ തന്നെത്താൻ ആദത്തെ പോലെയാണ് കാണുന്നതെങ്കിൽ ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദാവീദ് ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവനായിരുന്നു. മോശയും യോശുവയും ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവം അവരിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിച്ചു. പക്ഷെ അവരെല്ലാവരും ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവരായിരുന്നു. മോശയും യോശുവയും ആദമിന്റെ വംശത്തിൽ നിന്നുള്ളവരായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവര് വലിയ വലിയ കാര്യങ്ങളെ ചെയ്തു. പക്ഷെ അവരെല്ലാവരും ആദമിന്റെ രക്തത്തിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാവരും എനിക്കും നിങ്ങൾക്ക് വേണ്ടി മാറുവാനിടയായി തീർന്നു. വീണ്ടും ജനനം. ആ പഴയ നിയമം മുഴുവൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ആ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സ്വയം വസിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്ന, അതെങ്ങനെയുള്ള അനുഭവമായിരിക്കും ദൈവത്തിന്റെ പുത്രന്മാരാകുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദമിന്റെ മക്കളല്ല, നമ്മുടെ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ആ വീണ്ടും ജനനം എന്ന് പറയുന്ന മോണോജീനിലൂടെ ലഭിച്ചത്. അതെങ്ങനെയുള്ള DNA ആണ്? അത് വളരെ വ്യത്യസ്തമായതാണ്. ആ മോണോജീനിൽ, ആ വിത്തിൽ ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. ഞാനും നിങ്ങളും ആ വിത്തിലൂടെ ജനിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ബോധ്യത്തിലായിരിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, ഒരു സ്വർഗീയ ജാതി. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ബോധ്യത്തിലായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്. എത്ര പേർക്ക് ഇതറിയാം? ഒരു വിത്തിലൂടെയാണ് എല്ലാം ജനിക്കുന്നത് എന്ന്. ഒരു പട്ടി എന്ന് പറയുന്നത് അത് ഒരു പട്ടിയിൽ നിന്നാണ് ജനിക്കുന്നത്. ആപ്പിളിന്റെ വിത്തിൽ നിന്നും ആപ്പിൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് മോണോജീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീണ്ടും ജനനം ആ വിത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മരിക്കണമായിരുന്നു.
വരും നമുക്ക് ആദ്യത്തെ വചനം വായിക്കാം. നിങ്ങൾക്ക് PDF ഫയലിൽ നോക്കാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട് പറഞ്ഞു, ഈ സംസാരം ഇവിടെ യേശുവിന്റെയും നിക്കോദീമസിന്റെയും ഇടയിലുള്ളതാണ്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ, ഈ വാക്ക് പുതുതായി ജനിക്കുക, ഇതിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം, ഒരാൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. ഒരാൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. ശരീരത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും നമ്മൾ മാറി എന്തെങ്കിലും ചെയ്യുന്നത്. ദൈവത്തെ കൂടാതെ എന്ത് ചെയ്താലും അത് ജഡമാണ്. ബൈബിളിൽ നിന്ന് അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, സാറ ഹാഗാറിനോട് പോകാൻ പറഞ്ഞപ്പോൾ, എന്തുകൊണ്ടെന്നാൽ ദൈവം അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി ഒരു വാഗ്ദത്തം ചെയ്തിരുന്നു, നിന്നിൽ നിന്നൊരു സന്തതി ജനിക്കും. അതുകൊണ്ട് സാറ വിചാരിച്ചു, ദൈവം തന്ന വാഗ്ദത്തം അത് വളരെ കഠിനമാണ്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ദൈവത്തെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അത് ജഡമായിരുന്നു. അതിലൂടെ ഒരു ഇശ്മായേൽ അവിടെ ജനിക്കുകയാണ്. അതിൽ നിന്നും വേറൊരു ജാതി ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു? ജഡത്തിൽ വസിച്ചുകൊണ്ട് സാറ ചെയ്ത കാര്യം. അതിന് ശേഷം ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിടെ സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കാം. ദൈവം പറഞ്ഞ കാര്യം അത് പൂർത്തീകരിച്ചു. ദൈവം അവരുടെ കൂടെ ഒരു വാഗ്ദത്തം ചെയ്തു. ആ ചെയ്ത വാഗ്ദത്തം അവൻ പൂർത്തീകരിച്ചു. അതിനുശേഷം സാറയിലൂടെ ഒരു ഇസഹാക്ക് അവിടെ ജനിക്കുന്നു. ഇസഹാക്കിന്റെ വംശാവലിയിലൂടെ യോസഫ് ജനിച്ചു. അതിലൂടെ ആ വിത്തുണ്ടായി യേശു അവിടെ ജനിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിച്ചവനെല്ലാം അതുപോലെയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വീണ്ടും ജനനം എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കുവാൻ വേണ്ടി, വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രിയ മരിച്ചിരിക്കുന്നു, ഋഷി മരിച്ചിരിക്കുന്നു, സുനിത മരിച്ചിരിക്കുന്നു. മരണം ആവശ്യമാണ്. വീണ്ടും ജനിക്കാൻ വേണ്ടി മരണം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ആദത്തിലൂടെയല്ല, ആ മോണോജീനിലൂടെ, ദൈവത്തിന്റെ വിത്തിലൂടെ ഒരു സ്വർഗീയ ജാതി, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പുത്രന് വേണ്ടി അവിടെ മാറുകയാണ്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൽ നിന്നും ജനിച്ചവർ ആത്മാവാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഞാനിപ്പോൾ ഒരു ആത്മാവാണ്, എൻ്റെ പിതാവും ഒരു ആത്മാവാണ്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 നമ്മൾ വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ ഒരു മോണോജീൻ, അവനെ പോലെ തന്നെയുള്ള ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഏകജാതനായ പുത്രനെ അവൻ തന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവമകനെ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി വരുന്നതിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞതുപോലെ ആദം പാപത്തിൽ വീണു, അവൻ ദോഷിയാണെന്ന് അവിടെ കണ്ടുപിടിച്ചു, അവൻ ന്യായവിധിയിലായി തീർന്നു. അതിനാണ് കർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ ആ ദോഷം വിധിക്കുന്ന അവസ്ഥയിലാണ്. ദൈവത്തിലൂടെ ഈ മനുഷ്യജാതിയുടെ ആ മോണോജീനിലൂടെ, ആ വിത്തിലൂടെ യേശു ഈ ഭൂമിയിൽ വന്നു. തെറ്റിപ്പോയിരുന്ന പുത്രന്മാരായിരുന്ന, ഇപ്പോൾ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ നമ്മളെ വീണ്ടും ജനനം പ്രാപിച്ച പുതിയ സൃഷ്ടി എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വിത്തിലൂടെ നേരത്തെ അതിന് അസ്തിത്വമില്ലായിരുന്നു. ആ ഏകജാതനിലൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവന്റെ സ്വരൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ദൈവത്തിൽ നിന്ന് ജനിച്ച ഏകജാതനെ പോലെ
അതുപോലെ തന്നെയാണ് എന്റെയും നിങ്ങളുടെയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളമായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എങ്ങനെയുള്ള വിത്തായിരുന്നു? അതിന് നേരത്തെ അസ്തിത്വമില്ലായിരുന്നു. ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു പുത്രന്റെ ജീവിതത്തിലുള്ളത് അവൻ അവന്റെ പിതാവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജാതി ഇപ്പോൾ മാറിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യനല്ല, നിങ്ങൾ സ്വർഗജാതിയാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നമ്മൾ വായിക്കുന്നു, പുത്രൻ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ സത്യമാണ്. ഇപ്പോൾ നിങ്ങളാണ് അസത്യം, നിങ്ങൾ കൃപ നിറഞ്ഞവരാണ്. നമ്മൾ വായിക്കുന്നത് പോലെ യേശു വചനമായിരുന്നു, ദൈവത്തിന്റെ മോണോജീനായിരുന്നു. ഞാനും നിങ്ങളും ആ മോണോജീനിൽ നിന്ന് ജനിച്ചവരാണ്. എല്ലാം ഒരു വിത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഞാനും നിങ്ങളും ആ വചനത്തിൽ നിന്നും വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ എല്ലാ കാര്യങ്ങളിലും വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ ഇതിനെ നോക്കേണ്ടതാണ്. എൻ്റെ വീണ്ടും ജന്മം ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഞാനൊരു വെളിച്ചമാണ്. വെളിച്ചമുള്ളിടത്ത് നിന്ന് ഇരുട്ട് ഓടിപ്പോകും. അതിന്റെ 15-ാം വാക്യം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. റോമർ 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മോണോജീൻ ആദ്യജാതനായി അനേകം സഹോദരന്മാർക്ക്. അവന്റെ സ്വരൂപത്തിലാണ് ഞാനും നിങ്ങളും. പുതിയ സൃഷ്ടിയുടെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പഴയതെല്ലാം മാറിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള മാതാപിതാക്കൾ ശരീരത്തിൽ അനേകം രോഗങ്ങളാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാം. നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ മനുഷ്യൻ അത് മരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദമിന്റെ വംശത്തിലുള്ളവരല്ല, നമ്മൾ പുതിയ സൃഷ്ടികളാണ്. ഇപ്പോൾ നമ്മൾ സ്വർഗീയ ജാതിയാണ്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സ്വർഗത്തിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവിടെ നിന്നുള്ളവരാണ്. നമ്മുടെ അസ്തിത്വം മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിക്കുന്ന രീതി അത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അനുസരിച്ചായിരിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ അവന്റെ പുത്രനെ പോലെ കാണുക. യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ അതുപോലെ. യേശു നേരത്തെ ഒരു മോണോജീനായിരുന്നു. അവനിലൂടെ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. അവൻ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതനായി തീർന്നു. അതുകൊണ്ട് നമ്മളുടെ ജീവിക്കേണ്ട രീതി നമ്മൾ യേശുവിനെ പോലെ കാണണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ യേശുവിൽ നിന്ന് വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുവിനെ പോലെ ആയിരിക്കണം. ഈ ചിന്തയിൽ ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കണം. ഇതിൽ നമ്മൾ ഉണരുവാനിടയായി തീരണം. ഗലാത്യർ 2:20. എനിക്ക് വീണ്ടും ജന്മം പ്രാപിക്കണമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നേരത്തെ മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസും ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ. പഴയ നിയമത്തിൽ യേശു ഒരു പുറത്തുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ സമയത്ത് നിങ്ങൾ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. യേശു ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു. അവൻ നിങ്ങളിൽ ജീവിക്കുന്നു.
പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതൊരിക്കലും പുറത്തുനിന്ന് അകത്തേക്ക് വരികയല്ല, നിങ്ങളുടെ അകത്തുനിന്ന് അത് പുറത്തേക്ക് വരികയാണ്. യേശു എൻ്റെ കൂടെയുണ്ട്, അങ്ങനെയല്ല. യേശു സ്വയം നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. രക്തത്തിന്റെ സന്താനങ്ങളാണ് നിങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളായി എന്നാണോ? അല്ല, എല്ലാം പുതിയതായിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്, എൻ്റെ പിതാവിൽ നിന്നുള്ളതാണ്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഞാൻ യേശുവിലൂടെ ഇപ്പോൾ ദൈവത്തിന്റെ നീതിമാനാണ്. ഞാനിപ്പോൾ യേശുവിന്റെ രക്തത്തിലൂടെയാണ് നീതിമാനായിരിക്കുന്നത്. പുത്രനെല്ലാം രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിത് കഴിച്ച് ശരിയായില്ല, അതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നതെന്നുള്ള ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല പിതാവല്ല, അതുകൊണ്ടാണ് എൻ്റെ മക്കളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ, നിങ്ങൾ ആ സത്യം പറയുക. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളും അത് എൻ്റെതാണ്, എല്ലാ നന്മകളും അത് എനിക്കുള്ളതാണ്. ആ ദൈവത്തിൽ നിന്നുള്ള അതെല്ലാം ആ രക്തത്തിലൂടെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുക. ആ സ്ഥലത്ത് നിങ്ങൾ ആ വിചാരങ്ങളെ അവിടെ മുറിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതെല്ലാം പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇപ്പോഴെല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ പഴയ മനുഷ്യൻ അത് മരിച്ചു പോയിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ പഴയ മനുഷ്യന്റെ മേൽ വിരൽ ചൂണ്ടുന്നത്? എന്തുകൊണ്ടെന്നാൽ പഴയ മനുഷ്യൻ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ജന്മം എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ എന്തിൽ നിന്നൊക്കെയാണ് വിടുവിച്ചത്? ആദം, അവൻ പാപത്തിൽ മരണത്തിൽ വീണിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ മരണത്തിന്റെ കൈയുണ്ട്. ചിലപ്പോൾ അതൊരു ബന്ധത്തിലൂടെ ആയിരിക്കാം മരണത്തിലേക്ക് പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവും, മരണം കാണിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിലയായിരിക്കാം അത് മരണത്തെ കാണിക്കുന്നത്. പക്ഷെ ബൈബിൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ പാപത്തിന്റെയും മരണത്തിന്റെയും അടിമകളായിരുന്നു. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, എബ്രായർ 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിലൂടെ യേശു ക്രൂശിൽ പോയി മരിച്ചു ജീവിച്ചെഴുന്നേറ്റപ്പോൾ അവന് ആ മരണത്തിൽ ഒരു ശക്തി ലഭിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പുത്രന്റെ ജീവിതത്തിൽ മരണത്തിന് ഒരു പ്രഭാവമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പോകുന്നത്? പുത്രന്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുമെന്നുള്ള ഭയമില്ല. പുത്രന് മരണമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു. നിങ്ങളിത് അംഗീകരിക്കുമ്പോൾ, പുനരുത്ഥാനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, എന്തെങ്കിലും മരണം നിങ്ങളുടെ വഴിയിൽ വന്നാൽ, മരണം അവനിലില്ലായിരുന്നു, മരണം അവന്റെ വഴിയിലായിരുന്നു. ലാസറായിരുന്നു മരിച്ചത്. അതിന്റെ അർത്ഥം ഇതാണ്, എന്തെങ്കിലും മരണം അവന്റെ അടുത്ത് വന്നാൽ ആ പുനരുത്ഥാനം, ആ ജീവനെ അത് സ്വീകരിക്കുവാൻ ഇടയായിത്തീരുന്നു. ഞാനും അങ്ങനെ ഒരു സ്ഥലത്തിൽ പോയിരുന്നു. 10 വർഷമായിട്ട് മരണത്തിലായിരുന്ന ഞാൻ പോയത് കൊണ്ട് മാത്രം, എൻ്റെ അവിടെ ഒരു പ്രസൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം അത് ആ മരണത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ആ സ്ഥലം മരണത്തിൽ നിന്ന് വെളിയിൽ വന്നു. അവിടെ ജീവനിലേക്ക്, ആ സ്ഥലം പുനരുത്ഥാനത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അവിടെ ഒരു പുത്രന്റെ ഉപസ്ഥിതി കൊണ്ട് മാത്രമാണ് അവിടെ അത് സംഭവിച്ചത്. എൻ്റെ വഴിയിൽ ഞാൻ ഒരു മരണത്തെ കാണുകയാണെങ്കിൽ, അത് ആരുടെയെങ്കിലും ബന്ധത്തിലോ ശാരീരിക പ്രവൃത്തിയിലോ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ ആ അവസ്ഥ മാറുവാൻ ഇടയാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ ജീവനാണെങ്കിൽ അവിടെ മരണമുണ്ടാകാൻ പാടില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ മരണത്തിന്റെ ഭയത്തിൽ നിന്നും വിടുവിച്ചു. ആദമിന്റെ ജീവിതത്തിൽ മരണമുണ്ടായിരുന്നു, അവൻ ആ ഭയത്തിലായിരുന്നു. പക്ഷെ ഒരു പുത്രന്, അവൻ സ്വയം ജീവനാണ്, അവൻ മരണമാകത്തില്ല ഒരിക്കലും.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോവുക. നിങ്ങൾ ജീവൻ കൊടുക്കുന്നവരാണെന്നുള്ള ബോധ്യത്തിലായിരിക്കുക. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ജീവൻ കൊടുക്കുന്ന ഒരു ആത്മാവാണ്. ലയൺ കിങ് മൂവിയുടെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളൊരു രാജാവായിട്ടുള്ള ഒരു സിംഹമായിട്ടുള്ള ആ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ അതിനായി വിളിച്ചിരിക്കുകയാണ്. ഒരു ഗർജിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. നിങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞാടല്ല, നിങ്ങളൊരു രാജാവാണ്. നിങ്ങൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ഒരു സിംഹമാണ്, രാജാവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ഇടയായിത്തീരും. റോമർ 6-ാം അധ്യായം, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റപ്പോൾ, യേശു സ്നാനമേറ്റപ്പോൾ ഞാനും നിങ്ങളും സ്നാനമേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ യേശു മരണത്തെ തോൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എൻ്റെ മേൽ മരണത്തിന് യാതൊരു അധികാരവുമില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്നലെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ജീവന്റെ ഏത് ഭാഗത്താണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്? ഞാൻ ഈ വചനത്തെ കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ മരണത്തിന് ഒരു അധികാരവുമില്ല. എത്ര വലിയ സ്വാതന്ത്ര്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. മരണഭയമില്ലാതെ എനിക്ക് പറക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ അതില്ല. മരണത്തിന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. എൻ്റെ മുൻപിൽ പോലും മരണം വരുവാനിടയാവത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വയം ജീവനാണ്. ആ പുനരുദ്ധാന ജീവൻ എന്നിലുണ്ട്. ഈ ഭാഗത്ത് വിജയം എൻ്റേതാണ്. ഞാൻ ഒരു ജേതാവിനേക്കാൾ മുകളിലാണ്. എന്തുകൊണ്ടെന്നാൽ മരണം എൻ്റെ കാൽ കീഴിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വചനം നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങൾക്കൊരു സിംഹത്തെ പോലെ ഗർജിക്കാൻ, ഒരു ഭയവുമില്ലാതെ. എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കാം, പക്ഷേ ആ മരണഭയം അത് നിങ്ങളിലില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്തിനെ തൊട്ടാലും അത് അനുഗ്രഹമായിരിക്കും. ഏതെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ ഭയമുള്ളവരാണോ? എനിക്ക് മുറിവുണ്ടാകുമെന്ന്? നിങ്ങളൊരു വിക്ടിമല്ല, നിങ്ങളൊരു പുത്രനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ മരണത്തിന് യാതൊരു അധികാരവുമില്ല. ഞാൻ എൻ്റെ ജീവിതം ഒരു പുത്രനെ പോലെ ജീവിക്കും. വരൂ, നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം വായിക്കാം. നിങ്ങൾ കാണുന്ന PDF നിങ്ങൾക്ക് അതിന്റെ ടൈറ്റിൽ വായിക്കാൻ സാധിക്കും. പുത്രനെ കുറിച്ചുള്ള പിതാവിന്റെ സാക്ഷ്യം. പ്രവർത്തികൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. വരൂ, നമുക്ക് യോഹന്നാൻ 5-ാം അധ്യായം നോക്കാം, 34-ാം വാക്യം. ഇത് വായിച്ച് നമുക്ക് നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. ഇവിടെ യേശു പറയുകയാണ്, എനിക്കൊരു മനുഷ്യന്റെ സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല, അവരുടെ അനുകമ്പകളുടെ ആവശ്യമില്ല. എനിക്ക് മറ്റുള്ള മനുഷ്യരുടെ കണ്ണിൽ എനിക്ക് അനുകമ്പയുടെ ആവശ്യമില്ല. മുന്നോട്ട് എഴുതിയിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്ര ഇത് പറയുന്നത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. എന്നെ അയച്ച് പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഒരു പിതാവിന്റെ സാക്ഷ്യമാണ് അവന്റെ പുത്രനെ കുറിച്ച്. സാക്ഷ്യത്തിന്റെ അർത്ഥം എന്താണ്? ഒരു കോടതിയിൽ അവിടെ ഒരു സാക്ഷി വന്നെന്ന് പറയുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കണ്ടു, അതുകൊണ്ട് അത് സത്യമാണ്. അപ്പോൾ ആ ന്യായാധിപൻ ആ സാക്ഷ്യം കേട്ടതിന് ശേഷം പറയുകയാണ്, നീ പറയുന്നത് ശരിയാണ്, എന്തുകൊണ്ടെന്നാൽ നിന്റെ പക്കൽ സാക്ഷിയുണ്ട്. സാക്ഷ്യം അതാണ്. എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം അത് ശരിയാണെന്ന് പറയുന്നതാണ് സാക്ഷ്യം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, പിതാവ് സ്വന്തം പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഇവിടെ ഒരു സത്യമുണ്ട്. എന്നെക്കുറിച്ച് മറ്റൊരാൾ സാക്ഷ്യം പറയുന്നു എന്നല്ല ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ബിലവഡ്, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു പുതിയ നിറം കൊടുക്കാനാണ്. അതുകൊണ്ടല്ല, നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് കണ്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. നിങ്ങൾക്ക് മറ്റൊരാളുടെ സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പിതാവിന്റെ സാക്ഷ്യമാണ് വേണ്ടത്. വചനം സത്യമാണ്. പിതാവിന്റെ മുൻപിൽ ഒരേ ഒരു സാക്ഷ്യമുള്ളൂ പുത്രനെ കുറിച്ച്. അത് ഏത് സാക്ഷ്യമാണ് അവന്റെ പുത്രനെ കുറിച്ചുള്ളത്? യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. പിതാവിൽ നിന്ന് ശബ്ദം വരികയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് പിതാവിന്റെ സാക്ഷ്യം സ്വന്തം പുത്രനെ കുറിച്ചുള്ള. ഈ സാക്ഷ്യം നിങ്ങളെ കുറിച്ചുള്ളതാണ്. ഈ കാര്യമാണ് പിതാവ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, യേശു പറയുകയാണ്, എനിക്കൊരു മനുഷ്യന്റെ ഈ സാക്ഷ്യം ആവശ്യമില്ല,
എനിക്കറിയാം, എൻ്റെ പിതാവ് എൻ്റെ സാക്ഷ്യം പറയുന്നു. പിതാവ് എന്നെ അയച്ചവൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. വചൻ എനിക്ക് സാക്ഷ്യം പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ആരാണെന്ന് അങ്ങനെ വിചാരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കോവിഡിന്റെ സമയത്ത് അതെല്ലാ മനുഷ്യരെയും അത് എഫക്റ്റ് ചെയ്തു. എല്ലാ മനുഷ്യരും മറ്റുള്ളവരെ കാണുമ്പോൾ ഞാനും ആ രോഗിയായി തീരുമെന്ന് മനുഷ്യർ കരുതി. നിങ്ങൾ അത് ചിന്തിക്കുമ്പോൾ അവിടെ നിങ്ങളെ തന്നെ സാക്ഷ്യം പറയുകയാണ്, ഞാനും ആ മനുഷ്യരെ പോലെയുള്ളവരാണ്. എന്റെ സാക്ഷ്യം ഇതാണ് എന്റെ പിതാവിനെ കുറിച്ച് പറയുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് സത്യം മാത്രമേ പറയുകയുള്ളൂ, സത്യത്തിന്റെ സാക്ഷ്യം മാത്രമേ പറയുകയുള്ളൂ. അത് നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും സത്യത്തെ മാത്രമേ സാക്ഷ്യം പറയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ തന്നെ സത്യത്തിന്റെ രൂപത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ പിതാവ് നിങ്ങൾ ആരാണെന്നുള്ളതിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് സാക്ഷ്യം പറയുന്നത്. 40-ാം വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, പുത്രൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? പുത്രന്റെ ബഹുമാനം എന്ന് പറയുന്നത് ഏകനായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് വരുന്നത്. മനുഷ്യരിൽ നിന്ന് നിങ്ങൾ ആ ബഹുമാനം നോക്കാതിരിക്കുക. മറ്റുള്ളവരെ കണ്ടിട്ടല്ല ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നത്. ആ വചനം വീണ്ടും വായിക്കാം. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവിനെ അയച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്ത് കാര്യമായിരുന്നു യേശു ചെയ്തുകൊണ്ടിരുന്നത്? ആ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം പുത്രൻ ആരാണെന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തി. യേശു ഒരു വിവാഹത്തിൽ പോയി, അവിടെ അവൻ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. ആ ചെയ്ത കാര്യങ്ങൾ തന്നെത്താൻ സാക്ഷ്യം പറയുകയാണ് പുത്രനിലേക്ക്. യേശു പിന്നെ പോകുമ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കുന്നു. ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെത്താൻ സാക്ഷ്യം പറയുകയാണ് അവൻ ആരാണ് എന്ന്. യേശു പറയുന്നു, ഞാൻ ജീവന്റെ റൊട്ടിയാണ്. യേശു ആ റൊട്ടി അവിടെ മുറിക്കുമ്പോൾ അവിടെ ഇല്ലായ്മയിലും ആൾക്കാർ സമൃദ്ധി അനുഭവിക്കുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെത്താൻ സാക്ഷ്യം പറയുകയാണ് അവൻ ആരാണ് എന്ന്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ആ കാര്യങ്ങളെല്ലാം സാക്ഷ്യം പറയുകയാണ് നമ്മൾ ആരാണെന്ന് അത് സാക്ഷ്യം പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം വന്നപ്പോൾ, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിന്റെ മുമ്പിലുള്ള വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു ഒരു കാട്ടിലേക്ക് പോയി. അതിന്റെ മുമ്പിലുള്ള പല കാര്യങ്ങളും സാക്ഷ്യം പറയുന്നു. അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും അവൻ ആരാണ് എന്ന് സാക്ഷ്യം പറയുന്നു. അവൻ ആ വചനത്തെ മാത്രം ഗ്രഹിച്ചു, ആ സാക്ഷ്യത്തെ ഗ്രഹിച്ചു. അവന്റെ പിതാവിൽ നിന്നും വന്നത് മാത്രമാണ് അവൻ വിശ്വസിച്ചത്. നമുക്ക് മുന്നോട്ട് വളരെ നല്ലതായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മുന്നോട്ട് വായിക്കാം. എന്ത് കാര്യമാണ് യേശു ഗ്രഹിച്ചത്? നീ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ മുമ്പോട്ട് നമുക്ക് വായിക്കാം. ആത്മാവ് എങ്ങനെയാണ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചത്? സാത്താൻ എങ്ങനെയാണ് അവന്റെ പരീക്ഷ ചെയ്തത്? ഈ വചനം പറഞ്ഞ മാത്രം, നീ ദൈവപുത്രനാണ് എങ്കിൽ തന്നെത്താൻ മുകളിൽ നിന്ന് വീഴിക്കുക. നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക. നീ വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ കാര്യങ്ങളെല്ലാം ഈ പരീക്ഷകളെല്ലാം എന്തിനായിരുന്നു? ഈ സൃഷ്ടികൾ അവന് സാക്ഷ്യം പറയുകയായിരുന്നു, ഇവൻ ദൈവപുത്രനാണോ അല്ലയോ എന്ന് പറയുന്നത് നോക്കാനായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. നിങ്ങൾക്കറിയാമോ ഏത് സാക്ഷ്യമാണ് എൻ്റെയും നിങ്ങളെയും കുറിച്ചുള്ളത്? ഞാൻ എൻ്റെ വിഷയത്തിൽ എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഒരു സത്യമുണ്ട് അവന്റെ പുത്രനെ കുറിച്ച് പറയുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ആ സത്യത്തിൽ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്
ആ സത്യത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അത് പിതാവിനാൽ പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യേശു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയില്ലായിരുന്നു. അവന് ചെയ്യാമായിരുന്നു. സാത്താന്റെ ഏറ്റവും വിഡ്ഢിത്തരമായ കാര്യമായിരുന്നു യേശുവിന് മുമ്പിൽ 91 സങ്കീർത്തനം പറയുക എന്നത്. യേശുവിന് സംരക്ഷണത്തിന്റെ എന്ത് ആവശ്യമാണ്? എന്തുകൊണ്ടെന്നാൽ അവൻ എല്ലാവരിലും ശ്രേഷ്ഠനാണ്. അവന് സുരക്ഷയുടെ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ വളരെ ആവശ്യമായിരുന്നു. അവനെ കഴിഞ്ഞ് വലിയൊരു വ്യക്തി അവിടെ ഉണ്ടാവണമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സാത്താൻ അവിടെ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യിക്കാൻ ആഗ്രഹിച്ചു. ആ കാര്യങ്ങൾ അവൻ ചെയ്യുന്നതിലൂടെ, അവൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് അവിടെ കാണുകയാണെങ്കിൽ ആ കാര്യത്തിലൂടെ നമ്മുടെ സാക്ഷ്യം അവൻ എടുക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ആരാണെന്നുള്ള കാര്യം. യേശു അങ്ങനെയുള്ളൊരു കാര്യവും ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുയുടെ വചനം പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നുവെന്ന്. എന്തുകൊണ്ടെന്നാൽ യേശു അവന്റെ പിതാവിന്റെ സാക്ഷ്യത്തിലൂടെയായിരുന്നു സ്വന്തം തിരിച്ചറിവ് കണ്ടത്, അവൻ ആരാണ് എന്ന്. അതിനുശേഷം യേശു പുറത്തു പോകുമ്പോൾ എല്ലാ സൃഷ്ടികളും എല്ലാ പ്രവൃത്തികളും സാക്ഷ്യം പറയുകയാണ് അവനെക്കുറിച്ച്, അവൻ ആരാണെന്ന്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളും ആ വചനത്തിന്റെ സത്യത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഞാനൊരു പുത്രനാണ്, ഞാൻ മോണോജീനാണ്, ഞാനൊരു സ്വർഗജാതിയാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പുതിയതായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ, ഈ സത്യത്തെ അംഗീകരിക്കുമ്പോൾ പിതാവ് എനിക്ക് വേണ്ടി സാക്ഷ്യം പറയും. ആ കാര്യങ്ങളും പ്രവൃത്തികളുമെല്ലാം, സൃഷ്ടികളെല്ലാം എല്ലാം സാക്ഷ്യം പറയും ആ സത്യത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളം വീഞ്ഞാകുന്നത്, അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നത് കാണാൻ സാധിക്കും. ഈ പ്രവൃത്തികളെല്ലാം സാക്ഷ്യം പറയും. യേശുവും പറയുകയാണ്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ അറിയണം ഞാൻ ദൈവപുത്രനാണ് എന്ന്. അതുകൊണ്ട് ഇപ്പൊ എല്ലാ പ്രവൃത്തികളും എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് സാക്ഷ്യം പറയും എൻ്റെ തിരിച്ചറിവിനെ കുറിച്ച്, ഞാൻ ആരാണെന്ന്. പ്രിയ ഇപ്പോൾ ആരാണെന്ന്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളോട് കൂടെ സഹതാപം കാണിക്കും ഈ തിരിച്ചറിവിനായി നിങ്ങൾ ആരാണെന്നുള്ളതിന്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിലുള്ളവരെല്ലാം വിശ്വാസികളാണ്. അവരുടെ വീട്ടിൽ കുറച്ച് മൂർത്തികൾ, വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. ഞാൻ അവിടെ ഒരു പോസ്റ്റർ കൊണ്ടുവച്ചു. അതിലെഴുതിയിരുന്നു, ദൈവം നിങ്ങളിൽ വസിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. അടുത്ത ദിവസം അവർ ആ പോസ്റ്റർ എടുത്ത് താഴെ വെച്ചു. ഞാൻ ഈ തിരിച്ചറിവിൽ നിലനിൽക്കുന്നതിലൂടെ ഞാനൊരു പുത്രനാണ് എന്നുള്ളതിൽ സത്യം ഞാൻ അവിടെ പറയുവാനിടയായി. ഒരു ദൈവമുണ്ട്, അവൻ നമ്മുടെ പിതാവാണ്, അവൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൻ ഈ വിഗ്രഹത്തിലോ ഈ പടത്തിലോ അല്ല ഇരിക്കുന്നത്. അതിനുശേഷം അവർ ആ പോസ്റ്റർ എടുത്ത് താഴെ വെച്ചു. അടുത്ത ദിവസം അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വരികയായിരുന്നു. ഞാൻ വീടിന്റെ ജനലുകളൊക്കെ അടയ്ക്കുകയായിരുന്നു. എന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും പേപ്പറുകളും ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വീടിനകത്തേക്ക്, ആ മുറിയിലേക്ക് വന്നു. ആ റൂമിൽ ഒരേ ഒരു സാധനം ആ കാറ്റിലൂടെ വീണു. അതായിരുന്നു ആ വിഗ്രഹം. ആ സൃഷ്ടികൾ ആ പ്രവൃത്തി അവിടെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ പറഞ്ഞ വചനത്തിന്റെ ആ വിഗ്രഹം അവിടെ വീണു. പക്ഷെ എന്റെ പോസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പുത്രൻ ഒരു കാര്യം പറയുമ്പോൾ എല്ലാ സൃഷ്ടികളും എല്ലാ പ്രവർത്തികളും അവനോട് കൂടെ, നീ പറഞ്ഞത് ശരിയാണ്, നീ പുത്രനാണ് എന്ന് അവിടെ സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് യേശു സ്വന്തം സമയത്ത് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ അത്ഭുതങ്ങൾ കണ്ട് എന്നിൽ വിശ്വസിക്കൂ. ഈ പ്രവൃത്തികൾ ഇതിന് സാക്ഷ്യം പറയുകയാണ് ഞാൻ ആരാണ് എന്നുള്ളത്. യേശു പക്ഷെ ആ കാര്യങ്ങൾക്ക്, ആ പ്രവൃത്തികൾക്ക് വേണ്ടി സ്വന്തം തിരിച്ചറിവിനായി വെയിറ്റ് ചെയ്തില്ല. ഇതിന്റെ അർത്ഥം ഇതല്ല, ഞാൻ ഈ കാര്യങ്ങൾ നടക്കുന്നതിലൂടെയല്ല ഞാൻ പുത്രനാവുന്നത്, ഞാൻ പുത്രനായത് കൊണ്ടാണ് ഇത് പൂർത്തിയാവുന്നത് കാണുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിവാഹങ്ങളിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അതിൽ ഒരു മാറ്റവുമില്ല. എത്ര അത്ഭുത കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താലും, നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ, ഒരു വ്യക്തിക്ക് വേണ്ടി സ്നേഹം കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. എത്ര അത്ഭുതം കണ്ടാലും പിന്നെയും അവർ പറയും, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. അവരതിൽ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യാജമായ സാക്ഷ്യത്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ അല്ലാത്ത ഒരു വ്യാജ സാക്ഷ്യത്തിൽ. ഒരു പുത്രൻ എപ്പോഴും അവന്റെ പിതാവിന്റെ ലൂടെയാണ് സ്വന്തമായ തിരിച്ചറിവുണ്ടാവുന്നത്. ഇപ്പോൾ എന്റെ പിതാവ് പറയുന്നു, ഞാൻ അവന്റെ പ്രിയ പുത്രനാണ്, ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഇനി എന്തെല്ലാം കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും നടന്നു കണ്ടാലും ഇല്ലെങ്കിലും ഞാനതിൽ, ഈ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവന്റെ പ്രിയ പുത്രനാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ ആ സത്യത്തിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ പ്രവർത്തികളും നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ആവശ്യമാണ്. തിരിച്ചറിവാണ് ആദ്യം, അതിനുശേഷമാണ് പ്രവൃത്തികൾ. അതുകൊണ്ട് ഞാൻ വിവാഹങ്ങളിൽ കണ്ടു, വ്യാജത്തെ ആദ്യം ആളുകൾ വിശ്വസിക്കുന്നു. ഇത് വളരെ ആവശ്യമായ കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്നു യേശു വെള്ളത്തെ വീഞ്ഞാക്കും.
പക്ഷെ എപ്പോഴാണ് വെള്ളം വീഞ്ഞാകുന്നത്? ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ വിവാഹങ്ങളിലും നിങ്ങൾ തന്നെത്താൻ വേറൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നിത്യകാലത്തേക്ക്, അതിന്റെ പിതാവിന്റെ കൽപ്പനയാണ്. അവൻ ആഗ്രഹിക്കുന്നു അതൊരു നിത്യകാല ബന്ധനമാകണമെന്ന്. നിങ്ങൾ ആ സത്യത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രവൃത്തികൾ സാക്ഷ്യമാവുന്നത് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൊണ്ടുണ്ടാവും. അത് അവന്റെ സാക്ഷ്യമാണ് വിവാഹത്തെക്കുറിച്ചുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആ സത്യത്തിലാവുമ്പോൾ ആ പ്രവൃത്തികളും സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയും ഭർത്താവിന്റെയും ഇടയിൽ നിങ്ങൾ ദൈവസ്നേഹം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ വെള്ളം വീഞ്ഞാവുന്നു ആകാനിടയായി തരും. പക്ഷേ ഇത് രണ്ടാമതുള്ള കാര്യമാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ ആകുക എന്നുള്ളതാണ്. പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിലാവുക എന്നുള്ളതാണ് ആദ്യം. പലരും എന്നോട് പറയും, പ്രിയ, ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇത് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ പ്രവൃത്തി നടക്കാൻ, ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. കാര്യങ്ങൾ എപ്പോഴും രണ്ടാമതാണ്, പ്രവൃത്തികൾ രണ്ടാമതാണ്. ആദ്യം വിശ്വാസമാണ്. പിതാവ് നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിൽ വിശ്വസിക്കുക. ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം? അത് സത്യമാണ്. പരിശുദ്ധാത്മാവും ആ സത്യത്തെക്കുറിച്ച്, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച്, നിങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവൻ ആ സത്യം നിങ്ങളെ കാണിക്കുവാൻ ഇടയായിത്തീരും. എനിക്ക് ചെയ്യാനുള്ളത് മാത്രമാണ് ഞാൻ ആരാണെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ എല്ലാ സ്വർഗരാജ്യവും എല്ലാ സൃഷ്ടിയും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയും. അത് ഹാലേലുയയും ആമേനും മാത്രമാകും ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിന്റെ. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു പുത്രനാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എന്ന്. നമുക്ക് വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:13. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പിതാവ് ഒരിക്കലും നിങ്ങളൊരു ശിഷ്യനായാൽ നിങ്ങളുടെ സാക്ഷ്യം പറയുകയില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയായാൽ അവൻ നിങ്ങളുടെ സാക്ഷ്യം പറയുകയില്ല. പക്ഷെ പിതാവ് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും. എല്ലാ വചനങ്ങളിലൂടെയും ആ പ്രവൃത്തികളിലൂടെയും നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ, പിതാവിന്റെ കണ്ണിലൂടെ നിങ്ങളുടെ തിരിച്ചറിവിൽ എന്താണോ അതിലൂടെ. ബൈബിൾ ഒരിക്കലും നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നില്ല, ഒരു ശിഷ്യൻ എന്ന് വിളിക്കുന്നില്ല. അവൻ നമ്മെ പുത്രൻ എന്ന് വിളിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വസിക്കുക, സാക്ഷ്യം പറയും നിങ്ങൾ ആരാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, സൃഷ്ടി ദൈവമക്കളുടെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെന്ന്. അതൊരിക്കലും ഒരു ക്രിസ്ത്യന് വേണ്ടി അധീനതയിലല്ല, അവനൊരു ശിഷ്യന്റെ അധീനതയിലല്ല. സാക്ഷ്യം പറയുന്നു അവന്റെ ദൈവപുത്രന്മാർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെ പോയാലും അവിടെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തിരിച്ചറിവിനായി സാക്ഷ്യം പറയും. നീ ഒരു പുത്രനാണ്, ഞാൻ ഒരു പുത്രനാണ്, ഞാൻ ആ ജീവനിൽ ജീവിക്കുന്നു. ഞാനിപ്പോ ആദമല്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജനനം സ്വർഗത്തിൽ നിന്ന് ആണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോ ഒരു സ്വർഗരാജ്യമാണ്. ഞാൻ ഈ സത്യത്തിൽ എത്രയധികം ഉണരുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനിടയായിത്തീരും. ഒരു കുഞ്ഞിന്റെ കണ്ണിൽ കണ്ണാടി വെച്ചിരുന്നു. ആ കൊച്ചു ആ സത്യത്തിൽ നിന്നപ്പോൾ ആ സത്യത്തിലൂടെ ആ കുഞ്ഞിന്റെ കണ്ണ് ശരിയാകുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പരിശുദ്ധാത്മാവും ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ജീവൻ ആ കുഞ്ഞിൽ നിന്നും വെളിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് ഇനി ഒരു കണ്ണാടിയുടെ ആവശ്യമില്ല. സ്വർഗരാജ്യം അങ്ങനെയാണ് കാര്യം ചെയ്യുന്നത്. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇതിന്റെ അർത്ഥം ഇതാണ്, പിതാവ് എന്നെക്കുറിച്ച് പറയുന്നത്, വചനം എന്നെക്കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് പറയുന്നത് എല്ലാം ആമേൻ പറയുന്നു. എന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ സത്യത്തെക്കുറിച്ചും എന്റെ തിരിച്ചറിവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ആത്മാവ് പരിശുദ്ധാത്മാവാണ്. വെള്ളം നമ്മുടെ സ്നാനത്തിലൂടെയാണ്. നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രക്തം, യേശുവിന്റെ രക്തം ഒഴുക്കിയപ്പോൾ മന്ദിരത്തിന്റെ തിരശീല മോള് തൊട്ട് അടി വരെ കീറി 2ആയി മാറി. ഈ 3 കാര്യങ്ങളും ഒരേ കാര്യങ്ങൾ സാക്ഷ്യം പറയുന്നു.
9-ാം വാക്യം, നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാവുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനുള്ളിൽ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാഴികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. പിതാവ് എന്നെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ അവനെ അസത്യവാദിയാക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നതിൽ നിങ്ങൾ അവനെ അസത്യവാദിയാക്കുകയാണ്. വളരെ ആവശ്യമാണ് വിശ്വസിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ പിതാവാണിത് പറയുന്നത്. അനുഭവം ഇല്ലെങ്കിൽ പോലും എന്നാലും ഞാൻ പിതാവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് പിതാവിൽ നിന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആരാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വേറൊരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വിരലൂന്നി പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിനെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വിരൽ താഴെയാക്കി പറയാൻ സാധിക്കും, ഇത് എന്റെ തിരിച്ചറിവല്ല, ഇത് എന്റെ പിതാവിൽ നിന്ന് എന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത്, ഇതിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ സത്യത്തെ നിലനിൽക്കുമ്പോൾ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നതിൽ അപ്പോൾ മനുഷ്യരെ നോക്കുന്നില്ല എങ്കിൽ, മനുഷ്യരെന്നുള്ള ആദരവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, പിതാവ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യത്തെ നിങ്ങൾ മനസ്സ് വെക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ ഇടയായിത്തീരും. ആ സമയത്ത് ആ കാറ്റ് ചലിച്ചതുപോലെ അതവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ എന്റെ പോസ്റ്റർ അവിടെ തന്നെ ഇരുന്നു. മറ്റേ വിഗ്രഹം അത് അവിടെ നിന്ന് താഴെ വീഴുവാൻ ഇടയായിത്തീർന്നു. അത് ഞാൻ ചെയ്തതല്ല, പക്ഷെ പിതാവ് എന്റെ കൂടെ സാക്ഷ്യം പറഞ്ഞതാണ് ആ സത്യത്തിന് വേണ്ടി എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന്. ആ സൃഷ്ടികളും എല്ലാ സൃഷ്ടികളും നമ്മുടെ അധീനരാണ്. നിങ്ങൾ ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളം വീഞ്ഞാകുന്നത്. നിങ്ങൾ ആദ്യം, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുക. ഞാൻ ആൾക്കാരോട് പറയും, നിങ്ങൾ ആദ്യം സത്യത്തിൽ വിശ്വസിക്കൂ. എല്ലാ അനുഭവം വിപരീതമാണെങ്കിലും സത്യത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾ പ്രിയപുത്രനാണ്. ഞാൻ അനുഭവം നോക്കിയല്ല ഈ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം എന്റെ പിതാവിലൂടെ എന്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ പിതാവ് പറയുന്നു, എന്റെ പ്രിയപുത്രനാണ്. പ്രിയ പറയുന്ന വാക്കുകൾ അത് ആത്മാവും ജീവനുമാണ്. എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്തുകൊണ്ടെന്നാൽ പിതാവ് ഇത് പറഞ്ഞിരിക്കുന്നു. പല പ്രാവശ്യം ഞാൻ പറയാറില്ല, ഒരു പിതാവ് പറയുമ്പോൾ പുത്രൻ അവന്റെ അടുത്തേക്ക് പോകുന്നു. ഇതിൽ എനിക്ക് ശരീരത്തിന്റെ ബുദ്ധിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ വാക്കുകൾ, ഒരു പുത്രന്റെ വാക്ക്, അത് ആത്മാവും ജീവനുമാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ശബ്ദം എന്താണ്, നിങ്ങളുടെ വാക്ക് എന്താണ് ചെയ്യുന്നതെന്ന്? ഇങ്ങനെയും പറയും, വരൂ ഡോക്ടറെ കഴിക്കാം. എബ്രായ ഭാഷയിൽ പറയുന്നു, പിതാവിന്റെ ശബ്ദം പുത്രന്റെ വായിൽ കൂടെ പുറപ്പെടുമ്പോൾ അത് മനുഷ്യന്റെ ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുന്നു. നമ്മൾ വചനം പറയുമ്പോൾ അത് ഇരുവായത്തിലുള്ള വാളിനെ പോലെ മൂർച്ചേറിയതായി പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നു. വചനം പറയുന്നു, എന്റെ വാക്ക്, ഒരു പുത്രന്റെ വാക്ക്, അത് അവൻ ഇത് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ വചനം അത് ആത്മാവും ജീവനുമാണ്. നമ്മുടെ വചനത്തിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളും മാറിമറിയും. ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നോർത്തല്ല, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതോ നോക്കിയല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പിതാവിന്റെ സാക്ഷ്യം പ്രിയയെ കുറിച്ചുള്ളതിൽ. അപ്പോൾ മുഴുവൻ സൃഷ്ടിയും പരിശുദ്ധാത്മാവും ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയും. നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവനെ അസത്യവാദിയാക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത്. അവൻ സത്യത്തിന് വേണ്ടി മാത്രമേ സാക്ഷ്യം പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേര് അവരുടെ ജീവിതത്തിൽ ഈ വിടുതൽ പ്രാപിച്ചു? ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇതെനിക്ക് വേണം, അത് കിട്ടിയില്ലായിരിക്കാം. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്തുവാണ് ഇവിടെ മാറിയത്? വചനം, നിങ്ങളുടെ ശബ്ദം അല്ല. നേരത്തെ അതൊരു വെറും മനുഷ്യന്റെ ശബ്ദമായിരുന്നു. ഇപ്പോൾ അതൊരു പുത്രന്റെ ശബ്ദമാണ്. ഒരു പുത്രന്റെ ശബ്ദം ജീവനും ആത്മാവുമാണ്. അവന്റെ ശബ്ദം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുകയും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു. വരൂ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 5:10 വാക്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. എന്തുകൊണ്ടെന്ന് അവൻ ആ സാക്ഷ്യത്തിൽ വിശ്വസിച്ചില്ല. ദൈവം അവന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞത് അത് ഏതായിരുന്നു? പിതാവിന്റെ സാക്ഷ്യം നിങ്ങളെ കുറിച്ചുള്ളത്. 11-ാം വാക്യം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. നിങ്ങൾ സ്വയം ജീവനാണ്. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല.
ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്. ദൈവവും സ്വർഗരാജ്യവും ആ പുത്രനോടൊപ്പമാണ്. റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു, ഞാനും നിങ്ങളും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എനിക്ക് ചെയ്യാനുള്ളത് ഇത് മാത്രമാണ്. ഞാൻ എൻ്റെ അവകാശങ്ങളുടെ പുറകെ ഓടുകയല്ല, എൻ്റെ അവകാശങ്ങൾ എൻ്റെ പുറകെ വരും. ഞാൻ അത്ഭുതങ്ങളുടെ പുറകെ പോവുകയല്ല, ഇത് ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ പുറകെ വരും, ഞാൻ ആരാണെന്ന് പറയാൻ. എന്നെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ ദൈവപുത്രനാണെന്നുള്ളത്. ഇപ്പൊ എനിക്ക് സൃഷ്ടിയോട് എന്തെങ്കിലും അടയാളത്തിന് വേണ്ടി പറയേണ്ട ആവശ്യമില്ല. ഒരു കിളി പാട്ട് പാടി പറയേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഒരു സൃഷ്ടിക്ക് വേണ്ടി ആ സാക്ഷ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ എന്നാണ് പിതാവ് എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിന്റെ. ചിലപ്പോൾ ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ സൗഖ്യമാകുന്നു, അല്ലെങ്കിൽ അവർ സൗഖ്യമാവുന്നില്ല. പക്ഷെ ഞാൻ അത് നോക്കിയല്ല ഒരിക്കലും ഞാൻ ആരാണെന്നുള്ളതിന്റെ സാക്ഷ്യം കാണുന്നത്. പക്ഷെ വചനം പറയുന്നു ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ആ ഒരേ ഒരു സാക്ഷ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിതാവ് എന്നെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ സൃഷ്ടികളും സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പിതാവ് നിങ്ങളെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ആ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ പിതാവിനെ അസത്യവാദിയാക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ ആദ്യം ആ സാക്ഷ്യത്തിൽ വിശ്വസിക്കൂ, പിതാവ് നിങ്ങളെ കുറിച്ച് പറയുന്നത് എല്ലാം വിട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സൃഷ്ടികളും എല്ലാ അടയാളങ്ങളും ഇതിന് സാക്ഷ്യം പറയും നിങ്ങളോട് കൂടെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന്. വെളിപ്പാട് 12:1-11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഇവിടെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ഞാൻ എങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചു? എൻ്റെ വീണ്ടും ജനനം എങ്ങനെ സംഭവിച്ചു? രണ്ടാമത് സാക്ഷ്യവചനം, അതിലൂടെ ഞാൻ ജയിക്കുന്നു. നിങ്ങൾക്ക് ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും നിങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും നിങ്ങൾ ജയിച്ചിരിക്കുന്നു. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾക്ക് എങ്ങനെ ജയിക്കുവാൻ സാധിക്കുമെന്ന്. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതോ 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് മോണോജീനിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. വേറൊരു DNA ആണ്. അത് ലോകത്തെ ജയിക്കും. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ വഴിയിലുള്ളതെല്ലാം നിങ്ങളാണ് അതിനെ ജയിക്കുന്നത്. നിങ്ങളൊരു കോടതിയിലാണെങ്കിൽ എല്ലാ സാക്ഷികൾക്കും നിങ്ങൾക്ക് വിരോധമാണെങ്കിലും അവിടെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിയുന്നു നിങ്ങൾ ജയവാളി ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങൾ ആ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ നിങ്ങളുടെ സാക്ഷ്യവചനത്തിലൂടെ നിങ്ങൾ ജയാളിയായിരിക്കുന്നു. ഞാൻ ആ സ്ഥാനത്തിലാണെങ്കിൽ വിജയം എന്റേത് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആദമല്ല, ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചതാണ്, അവന്റെ സ്വരൂപത്തിലുള്ളതാണ്. എനിക്കറിയത്തില്ലത് എന്താണെന്നും, പക്ഷേ എന്നെ യേശുവിന്റെ രക്തം ജയാളിയാക്കുന്നു. 4-ാം വചനം, ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമുക്ക് ചെയ്യാനുള്ളത് വിശ്വസിക്കുക എന്ന് മാത്രമാണ്. നമ്മെ വിട്ടവനെ വിശ്വസിക്കുക. വിശ്വാസത്തിലൂടെ നമ്മൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കതാണ് ചെയ്യാനുള്ളത്. നമ്മുടെ സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ ജനനം നടന്നിരിക്കുന്നത്. വരും നമുക്ക് വായിക്കാം യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഒരുത്തന് വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാതിരിക്കുന്നവനായാൽ അവൻ തന്റെ സ്വാഭാവിക കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. സ്വാഭാവിക മുഖത്തിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഉൽപ്പത്തി, ആരംഭം എന്നാണ്. ഏത് സ്ഥാനത്തുനിന്ന് വന്നോ അവന്റെ വീണ്ടും ജനനം. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നേരത്തെ വായിച്ചതുപോലെ നമ്മൾ പിതാവിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. യാക്കോബ് പറയുകയാണ് ഇവിടെ, നിങ്ങൾ പിതാവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെത്താൻ ചതിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുഴപ്പത്തിലാക്കുന്നു.
നിങ്ങളൊരു സിംഹമാണെങ്കിൽ നിങ്ങൾ ഒരു പശുവിനോട് കൂടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ചെലവഴിച്ച് നിങ്ങൾ തന്നെത്താൻ ഒരു പശുവാണെന്ന് വിചാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അതിനെ പോലെ നടക്കുന്നു, ചലിക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു. നിങ്ങളും ആ സിംഹം തന്നെത്താൻ വിചാരിക്കുകയാണ് ഞാനൊരു പശുവാണ് എന്ന്. പക്ഷെ സത്യം എന്താണ്? അതൊരു കാട്ടിലെ രാജാവാണ്. അതൊരു പ്രാവശ്യം ഗർജിച്ചാൽ മുഴുവൻ കാടും അതിനെ നമസ്കരിക്കാൻ ഇടയായിത്തീരും. ഞാൻ തന്നെത്താൻ എന്നെ തന്നെ ചതിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ വചനത്തിൽ വിശ്വസിച്ചില്ല. വചനത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ധാരാളമായി കൃപയും നീതിയുടെ ഫലവും ലഭിക്കും. എഴുതിയിരിക്കുന്ന ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുമെന്ന് പറയുന്നു. ആ നീതി എന്താണ്? നീതി എന്ന് പറയുന്നത് നിങ്ങൾ ആ പുത്രത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നീതിബോധം ഇതാണ്, നിങ്ങൾ ഈ തിരിച്ചറിവിലേക്ക് വരിക. ഞാൻ എല്ലാം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഞാൻ വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും തന്നെത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തും. എവിടെ നിന്നാണ് ഞാൻ ജനിച്ചത്? ഞാൻ ആദത്തിൽ നിന്നുള്ളതല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ ദൈവപുത്രനാണ്. നമുക്ക് കുറച്ച് വചനം കൊണ്ട് നമുക്ക് വായിക്കാം. നിങ്ങൾക്കത് PDF കാണാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാം. ഒരു ദൈവപുത്രൻ എന്ന് പറയുന്നത് അവന്റെ പിതാവിന്റെ സാക്ഷ്യത്വത്തെ കുറിച്ച്, അവന്റെ പുത്രത്വത്തെ കുറിച്ചുള്ള അതിലാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ തിരിച്ചറിവ് ലൂടെ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ. അതുകൊണ്ട് നിങ്ങൾ അവന്റെ നീതിബോധത്തെ നോക്കുക നിങ്ങളിൽ തന്നെ. 3:30 വാക്യം, ഞാനോ കുറയണം അവൻ വളരണം, ഞാനോ കുറയണം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികവാദം സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി. നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ളവരാണോ? സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാറ്റിനും മീതെയാണ്. ആ വാക്യം എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും മുകളിലാണ്. അതിന്റെ അർത്ഥം ഇതിന്റെ എല്ലാറ്റിന്റെ മുകളിലാണ് ഞാൻ, മീതെയാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാറ്റിനും മീതെയുള്ളവനാണ്. 34 ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എഴുതിയിരിക്കുന്നു, ഞാൻ മരിച്ചിരിക്കുന്നു, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വചനങ്ങളും എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ആത്മാവും ജീവനുമാണ്. അത് എന്റെയും നിങ്ങളുടെയും തിരിച്ചറിവാണ്. മുന്നോട്ട് എഴുതിയിരിക്കുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് വായിക്കാം. ആ ശാമര്യ സ്ത്രീ എങ്ങനെയാണ് യേശു കാണുന്ന കിണറിനരികിൽ? 4-ാം അധ്യായം 24-ാം വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ ആരാധനാ ശബ്ദം എന്ന് പറയുന്ന അതിന്റെ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം ചുംബിക്കുക എന്നതാണ്. പറയുന്നു, എന്റെ പിതാവ് ഒരു ആത്മാവാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാനും നിങ്ങളും ഒരു ആത്മാവാണ് അവനിൽ നിന്ന് ജനിച്ചത് കൊണ്ട്. ഞാൻ എന്റെ പിതാവിനെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. ഞാൻ ആത്മീയതയിൽ നിലനിൽക്കുന്നു. ഞാനത് ആത്മാവിലും സത്യത്തിലും ചെയ്യുന്നു. ഞാൻ ആ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവ് എന്നെക്കുറിച്ചുള്ള പിതാവിന്റെ എന്നെക്കുറിച്ചുള്ള സാക്ഷ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ നിലനിൽക്കുന്നു, ശാന്തമായിരിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കാറില്ല മനുഷ്യർ എന്നെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. ഞാൻ എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഞാൻ ആ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അതിനായി ഒരുങ്ങുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവനെ ആരാധന ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്. പരിശുദ്ധാത്മാവും ഈ സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എൻ്റെ പിതാവ് ഇതുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ആരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? എൻ്റെ പിതാവാണ് എൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ദൈവമാണ് ഇച്ഛിക്കുക എന്നതും ചിന്തിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും അത് നിങ്ങളുടെ ഉള്ളിൽ ഇടുന്നത് എന്ന്. അതുകൊണ്ട് യേശു പഴയ നിയമത്തിൽ എല്ലാം പുറത്തായിരുന്നു. യേശു ക്രൂശിൽ മരണത്തിലൂടെ എല്ലാത്തിനെയും തോൽപ്പിച്ച് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ പുറകെ നിങ്ങൾ ഓടരുത്. നിങ്ങൾ എന്തുകൊണ്ട് വിശ്രമിക്കുന്നില്ല? യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അതിന്റെ പ്രശ്നത്തിന്റെ ഉത്തരം കാണുന്നത്. യേശുവാണ് നിങ്ങളെ ആ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഈ വചനത്തിലൂടെ, നിങ്ങൾ ആ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നതിലൂടെ. എന്റെ സ്വഭാവത്തിൽ രോഗിയായിരിക്കുക എന്നുള്ളതില്ല. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ പുനരുത്ഥാന ജീവനിൽ വസിക്കുന്നു.
അത് പാപത്തിന്റെ മരണത്തിന്റെയും വ്യവസ്ഥ എന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. അത് ആദമിലായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവപുത്രനിൽ ജീവന്റെ വ്യവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അവൻ ജീവന്റെ നിയമം എന്നിലുള്ളപ്പോൾ ഞാനൊരു വിശ്രമത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ അർത്ഥം ഇതാണ്, അതിൽ മരണമില്ല. ഒരു രോഗവും എന്നിൽ വരാൻ ശ്രമിച്ചാൽ ജീവൻ അതിനു മുകളിൽ പ്രവർത്തിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ വീണ്ടും ശാന്തമായിരിക്കാൻ പഠിച്ചു. ഞാനൊരു പ്രസംഗിച്ചായിരുന്നു ശബത്തിനെ കുറിച്ച്. യേശു എല്ലാ അത്ഭുതങ്ങളും ശബത്തിന്റെ ദിവസമായിരുന്നു ചെയ്തത്. അതെന്തുകൊണ്ടെന്നാൽ ആ ദിവസമായിരുന്നു മനുഷ്യർ വിശ്രമത്തിലായിരുന്നത്. അവർ വിശ്രമത്തിലായിരുന്നപ്പോൾ യേശു അവിടെ പോയി തന്റെ വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി. വചനം യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ ശബത്തിന്റെ പ്രഭുവാണ്. ഞാനും നിങ്ങളും അവന്റെ വിശ്രമത്തിലാണിപ്പോൾ. ഇപ്പോൾ എല്ലാം അവൻ നമ്മിലൂടെയാണ് ചെയ്യുന്നത്. ആദം ഇപ്പൊ എന്റെ പിതാവല്ല, എനിക്കൊരു പുതിയ സ്വർഗീയ പിതാവാണ് ലഭിച്ചിരിക്കുന്നത്. ആരിലൂടെയാണോ ഞാൻ ജനിച്ചത്? എന്റെ പുതിയ സ്വർഗീയ പിതാവാണ്. അവനിലൂടെയാണ് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത്. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം ആദത്തിന്റെ വംശത്തിൽ മാത്രമാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവപുത്രനാണ്. അതിൽ ജീവന്റെ വ്യവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എത്രയധികം ഈ സത്യത്തിൽ നിലനിൽക്കുന്നോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക, ആ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാനിടയാവും. ഞാൻ എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ വിശ്രമിക്കുന്നതും അതിൽ വിശ്വസിക്കുന്നതും. അതിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സത്യത്തിൽ എന്നോട് കൂടെ സാക്ഷ്യം പറയും. എൻ്റെ ശരീരവും അതിനുവേണ്ടി സാക്ഷ്യം പറയും, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ. ഞാൻ ദൈവപുത്രനാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെയും നിന്നെയും കുറിച്ചുള്ളതാണ്. യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് ഇതുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നമ്മുടെ കാര്യത്തിലും ഇതാണ് ശരി. ഇപ്പോൾ ഞാനും എൻ്റെ പിതാവും രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. യോഹന്നാൻ 17-ാം വാക്യത്തിലും യേശു പ്രാർത്ഥിക്കുകയാണ്, ഞാനും പിതാവും ഒന്നായിരിക്കുമ്പോൾ ഇവരെല്ലാം നമ്മൾ ഒന്നാകേണ്ടതിന്. അതേത് സത്യമാണ് നമ്മളതിൽ നിലനിൽക്കുന്നത്? നിങ്ങൾ പറയുന്നു ഞാനും പിതാവും ഒന്നാണ്, യേശു എന്നിൽ ജീവിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിഷയത്തിൽ പിതാവിന്റെ സാക്ഷ്യമാണത്. ഞാൻ അവനെ അസത്യവാദിയാക്കുന്നില്ല, ഞാൻ തന്നെത്താൻ ചതിക്കുകയല്ല. എനിക്കിത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഈ സത്യത്തിൽ വിശ്വസിക്കുക. എന്ത് സാഹചര്യമാണെങ്കിൽ, അല്ല നീ നിന്റെ പിതാവും ഒന്നല്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ സാഹചര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ തിരിച്ചറിവ് എവിടെ നിന്നാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ സാഹചര്യങ്ങളെ നോക്കിയല്ല ഞാൻ എൻ്റെ തിരിച്ചറിവ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവല്ല, എൻ്റെ വാക്കുകൾ എൻ്റെ തിരിച്ചറിവല്ല പറയുന്നത്. പക്ഷെ അതെല്ലാം പൂർത്തിയായിട്ട് അത് സാക്ഷ്യം പറയും ഞാൻ ആരാണെന്നുള്ളതിന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു പുത്രനാണ്. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, 19-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ നോക്കൂ, യേശു പറയുകയാണ്, പുത്രൻ തന്നെത്താൻ സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെയാണ് ഞാനും നിങ്ങളും. നിങ്ങൾ സ്വതവേ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ മുമ്പോട്ട് എഴുതിയിരിക്കുന്നു, അവൻ ചെയ്യുന്നതെല്ലാം പുത്രൻ ഔവണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് 21-ാം വാക്യം, പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. 24-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. 26-ാം വാക്യം, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ ജീവൻ തന്നെ ജീവിക്കുന്നവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. 26-ാം വാക്യം, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. ഞാൻ കഴിക്കുന്ന, അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയല്ല എനിക്ക് ജീവൻ ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദത്തിന്റെ വംശത്തിൽ നിന്നുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഭക്ഷണത്തിലൂടെ ആയിരിക്കാം ലഭിക്കുന്നത്. പക്ഷെ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവപുത്രനിൽ അവർക്ക് ജീവനിൽ സ്വയം പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ജീവൻ ആ വസ്തുവിൽകളിൽ നിന്നല്ല, നമ്മൾ കഴിക്കുന്നതിലൂടെയല്ല. യേശുവിന്റെയും ജീവൻ ഭക്ഷണത്തിലൂടെ ആയിരുന്നില്ല, അവൻ തന്നെത്താൻ ജീവന്റെ ഭണ്ഡാരമായിരുന്നു. അതുകൊണ്ട് യേശു എവിടെയൊക്കെ പോയോ അവൻ ജീവൻ കൊടുക്കുന്ന ഒരു ആത്മാവായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ സ്വയം ഒരു ജീവനായിരുന്നു. ജീവൻ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ സ്വയം അത് ജീവനായി ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവനാൽ നിറയപ്പെട്ടിരിക്കുന്നു.
എന്റെ സ്വഭാവത്തിലേ മരണമില്ല, എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വയം ജീവനാണ്. 30-ാം വാക്യം, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. യേശു സാക്ഷ്യത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. 40-ാം വാക്യം, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, നിങ്ങൾക്കുള്ളിൽ സ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്റെ പിതാവ് എന്നെ ബഹുമാനിക്കുമ്പോൾ എല്ലാ സൃഷ്ടികളും അത് നോക്കുകയാണ്. ഒരു പുത്രൻ എന്ന് പറയുന്നത് അവർ മനുഷ്യന്റെ ബഹുമാനം ആഗ്രഹിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും ബഹുമാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മുന്നോട്ട് നമുക്ക് നോക്കാം. യേശു 5000 ആൾക്കാരെ ഭക്ഷണം കഴിപ്പിച്ചു എന്ന് 6-ാം അധ്യായം. മുന്നോട്ട് നമുക്ക് വായിക്കാം എങ്ങനെയാണ് യേശു 5000 പുരുഷന്മാരെ കഴിപ്പിക്കുന്നതെന്ന്. 6-ാം അധ്യായം 39-ാം വാക്യം, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ. ഇത് നിങ്ങളുടെ സാക്ഷ്യമാണ്. ഇത് നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണ്. സ്വഭാവത്തിന്റെ അർത്ഥം ഇതെന്താണ്? നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ജനിച്ചപ്പോൾ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, യേശു എവിടെയൊക്കെ പോയോ അവിടെ ഒന്നും യേശുവിനൊന്നും നഷ്ടമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ സ്വഭാവത്തിലായിരുന്നു. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വഭാവമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മൾക്കൊന്നും നഷ്ടമാകുകയില്ല. അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും. നിങ്ങളോട് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്രമിക്കുക മാത്രം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നഷ്ടമാകുക എന്നുള്ളതില്ല. പിതാവാണ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിലും വിശ്രമിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് പിതാവ് തന്നിരിക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമാകുകയില്ല. എന്തെങ്കിലും നഷ്ടമാകുക ഉണ്ടെങ്കിൽ തന്നെ അത് പാപത്തിലൂടെ മാത്രമാണ്. പഴയ നിബന്ധനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ആദം പാപം ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ മരണം വന്നു. ആ മരണത്തിലൂടെ അവനെല്ലാം നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്, പുതിയ DNA ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നഷ്ടമുണ്ടാകും? ആദമിന് നഷ്ടമുണ്ടാകാം, പക്ഷെ യേശുക്രിസ്തുവിന് നഷ്ടമുണ്ടാകുകയില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഇപ്പോൾ നഷ്ടപ്പെടുക എന്നുള്ളതില്ല. ജീവന്റെ വ്യവസ്ഥ ഇപ്പോൾ സ്വയം നിങ്ങളിലാണ് വസിക്കുന്നത്. 37-ാം വാക്യം, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ മുഴുവൻ ജീവിതവും അത് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ യേശു ക്രിസ്തുവിലാണ്. വചനം പറയുന്നു, അവന് അനേകം സഹോദരന്മാർക്ക് മൂത്ത ജ്യേഷ്ഠനാണെന്ന്. ഞാനും യേശുവും ഒരുപോലെയാണ്. യേശു പറയുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ വന്നത്, നേരത്തെ മുൻ നിയമിച്ചിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ പുസ്തകത്തിലും എന്നെയും നിങ്ങളെ കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ അവനായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൻ നേരത്തെ മുൻ നിയമിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ വചനം ഒരുപോലെയാണ്. എനിക്ക് എന്തെങ്കിലും കോൾ വരുമ്പോൾ, പ്രിയ രോഗിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ കാര്യം അറിയാം. ആ കോൾ യേശുവിന്റെ അടുത്താണ് വന്നത്. ആരാണ് സൗഖ്യം കൊടുക്കുന്നത്? യേശുവാണ് സൗഖ്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ മരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് എന്നിലൂടെ അവരോട് സംസാരിക്കുന്നത്. അവനാണ് സൗഖ്യം കൊടുക്കുന്നത്. നിങ്ങൾ വിശ്രമിക്കുക മാത്രം ചെയ്യുക. ഈ വചനം എന്ന് പറയുന്നത് ജീവനും ആത്മാവുമാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യം. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, ജീവിപ്പിക്കുന്ന ആത്മാവാവുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. 65-ാം വാക്യം. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. യേശു പത്രോസിനെ വിളിച്ചപ്പോൾ പത്രോസ് അപ്പോൾ തന്നെ യേശുവിന്റെ പുറകെ പോകുന്നത്. യേശു അവന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ എന്നെ തിരഞ്ഞെടുത്തത്? അല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുന്നത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തതല്ല എന്നോ? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നോ? യേശു ഈ കാര്യങ്ങൾ പറയുകയാണ്. 8-ാം അധ്യായം 47-ാം വാക്യം. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല. ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. വേറൊരു സ്ഥലത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും, നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവന്റെ വചനം അറിയുവാൻ ഇടയായിത്തീരും. യേശു പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിയുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാനും പിതാവും ഒന്നാണ്. ഞാൻ ആ സാക്ഷ്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു, പിതാവ് എന്നെ കുറിച്ച് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഹീറും ജിഗറും ഉണ്ട്. ഞാൻ അവരെ ഒരു ദിവസം ഭക്ഷണത്തിനായി വിളിച്ചു. അവർ വന്നു, അവർ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഹീറിലൂടെ ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞാൻ അവളോട് കൂടെ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. അവിടെ പേര് സ്വാഗത എന്നാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് എൻ്റെ വീട്ടിൽ നിന്നു. ഞാൻ അവളോട് കുറിച്ചൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ യേശുവിനെ സ്വീകരിച്ചു. അവൾ സ്വർഗരാജ്യത്തിൽ വരുന്നു. അവൾ വിടുതൽ പ്രാപിച്ചു. ആ സമയത്ത് ഒരു പുത്രന്റെ
വിത്ത് അവിടെ പ്രാണലിൽ വീണു. വളരെ സമയത്തിന് ശേഷം അവളുടെ ഫോൺ എനിക്ക് വരികയാണ്. അവളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു. അവർ ഫോൺ എടുക്കുവാനിടയായി. ഇന്ന് അവൾ ബിലവഡ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. അവൻ ഉറങ്ങിക്കിടന്ന ഒരു പുത്രിയായിരുന്നു. പിന്നെ അവർ കണ്ടു. ഹീര അവളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അവളുടെ മെസ്സേജ് അയച്ചു, നിങ്ങൾക്കറിയാമോ എനിക്ക് വേണ്ടി ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഹീർ ഉറങ്ങിക്കിടന്ന ഒരു പുത്രനെ ഉണർത്തുവാനിടയായിത്തീർന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണുവാനിടയായിത്തീരും. യേശു പറഞ്ഞതുപോലെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. ചിലപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരോട് പറയും, പിതാവുണ്ട്, അവൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾ ആ കാര്യത്തിൽ വിശ്വസിക്കുക. എനിക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ശബ്ദം ആത്മാവും ജീവനുമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വചനം നേരെ അവരുടെ ഹൃദയത്തിൽ ചെന്നാണ് തറയ്ക്കുന്നത്. അത് സൃഷ്ടിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പിതാവിനെ അറിയും. വചനം പറയുന്നു, പിതാവിനെ ആരും അറിയുന്നില്ല പുത്രനല്ലാതെ, പുത്രനെ വേറെ ആരും അറിയുന്നില്ല പിതാവല്ലാതെ. നിങ്ങൾ ഈ വചനങ്ങളെ അംഗീകരിക്കുമ്പോൾ ഒരു പുത്രന് പിതാവിനെ തപ്പാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, ആ സാക്ഷ്യം നിങ്ങൾ വചനത്തിൽ നിങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജിഗറിന്റെ മകള്, അവൾക്ക് ആ പിതാവിന്റെ ശബ്ദം കേൾക്കാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവൾ അറിയുന്നു, പിതാവ് തന്റെ ശബ്ദത്തിന്റെ തിരിച്ചറിവ് അവൾക്ക് കൊടുക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് സത്യം അറിയിക്കുന്നതെന്ന്. ഇതിന്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ കാര്യമാണിത്. എനിക്കിതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എന്റെ പുത്രൻ ഒരു അന്യൻ ആയിട്ടുള്ള വ്യക്തിയുടെ ശബ്ദം തിരിച്ചറിയുന്നില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു പുത്രന് അവന്റെ പിതാവിന്റെ ശബ്ദം മാത്രമേ കേൾക്കൂ എന്നാണ്. സ്വർഗരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അവന്റെ പിതാവിന്റെ ശബ്ദം മനസ്സിലാക്കുക, അത് വളരെ ആവശ്യമാണ്. അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഞാനല്ല, പിതാവിന്റെ ശബ്ദമാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇത് എന്റെ പ്രവർത്തിയല്ല, പിതാവിന്റെ പ്രവർത്തികളാണ്. എന്നിലുള്ള ജീവൻ അത് പിതാവിലുള്ളതും ഒന്നാണ്. ഫിലിപ്പിയോ പറയുകയാണ്, എന്നെ പിതാവിനെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് ആരാണ്? പിതാവാണ്. നിങ്ങൾക്ക് പിതാവിന്റെ നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. നിങ്ങൾ അതിൽ വിശ്വസിക്കുമ്പോൾ എല്ലാ സൃഷ്ടികളും അതിനുവേണ്ടി എല്ലാ പ്രവർത്തികളും നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയും. അതിനുവേണ്ടി എനിക്ക് മറ്റുള്ളവർ എന്നെ കുറിച്ച് എങ്ങനെയാണ് നോക്കുന്നതെന്ന് അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ പുത്രനായിട്ട് കാണുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ശബ്ദം ആത്മാവും ജീവനുമാണ്. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ആ കാര്യം പൂർത്തീകരിച്ചിട്ടേ വരികയുള്ളൂ എന്ന്. അവന്റെ ജീവിതത്തിൽ 5 വർഷം മുമ്പ് ഈ വചനം ചെന്നപ്പോൾ, ഞാൻ അവനോട് വചനം പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ പോയി ആ വിത്ത് മുളയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ അത് എന്റെ വാക്കല്ല, അത് പിതാവിന്റെ ശബ്ദമാണ്. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശു പിതാവിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ലാസർ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അവൻ 5000 പേരെ കഴിപ്പിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ റൊട്ടിയാണെന്ന് പറഞ്ഞു. യേശു തന്നെത്താൻ അതിന് സാക്ഷ്യം പറയുകയാണ്, പിതാവ് അവനെ കുറിച്ച് പറഞ്ഞതിന്റെ. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം സാക്ഷ്യം പറയാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടെന്നാൽ ഞാൻ ആ കാര്യത്തിലൂടെ, ആ പ്രവൃത്തിയിലൂടെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുകയല്ല. ആ പ്രവൃത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ പിതാവിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നു. ആരും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. ഒരു ദിവസം ചിലപ്പോൾ ഞാൻ പുറത്ത് കഫേയിൽ പോകുമ്പോൾ, എൻ്റെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് അവരെന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവരെന്നോട് ചോദിക്കും, നിങ്ങൾക്കറിയാമോ ദൈവം ആരാണെന്ന്? അതിതുകൊണ്ടാണ്, ഞാൻ പുത്രനാണെന്നുള്ള തിരിച്ചറിവിൽ നടക്കുന്നത് കൊണ്ടാണ്. പിതാവാം ദൈവം വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും ആ പുത്രൻ എന്ന തിരിച്ചറിവിൽ നടക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിറയുവാൻ സാധിക്കും. പിതാവും പരിശുദ്ധാത്മാവും എല്ലാ സൃഷ്ടിയും നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയും, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച്. നിങ്ങൾ പിതാവാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. പുത്രൻ ഒരിക്കലും മറക്കത്തില്ല ഞാൻ പുത്രനാണ് എന്ന്. ആ പുത്രൻ ഒരിക്കലും താൻ ചതിക്കാൻ സാധിക്കുകയില്ല. ഒരു ദിവസം അത് ചിന്തിക്കുന്നു, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു ദിവസം ഞാൻ പുത്രനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റുള്ളവർക്ക് അസാധാരണമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അത് സാധാരണ ഒരു പ്രവൃത്തിയായി മാത്രം തീരും. വളരെ അധികം ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അവരൊരു ദിവസത്തിൽ ദൈവരാജ്യത്തിലായി വന്നിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ വിശ്വസിച്ചതിലൂടെ മാത്രം. അനേക ആൾക്കാരുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അവരൊരു ദിവസം അവരുടെ ദൈവരാജ്യത്തിലേക്ക് അവർ കടന്നു വന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്തു. എൻ്റെ ശബ്ദം ആത്മാവും ജീവനുമാണ്. പിതാവ് എന്നിലുണ്ട്.
അവൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവർ ചോദിക്കും, അത് ആരാണ്, ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ അത് ആരാണെന്ന്? അത് യേശുവാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശുമസിയിലൂടെ നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ നമ്മുടെ ബുദ്ധിയുടെയും അറിവിന്റെയും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പലപ്പോഴും ആൾക്കാരെ വിളിക്കുക മാത്രം ചെയ്യും. അവർ എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ശബ്ദം അവരുടെ തലയിലേക്കല്ല, അവരുടെ മനസ്സിലേക്കാണ് പോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേറൊന്നിലുമല്ല, നിങ്ങളുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിൽ മാത്രം വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ അസത്യവാദിയാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായതുകൊണ്ട് കേൾക്കുന്നില്ല. പിന്നെ യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല. പിന്നെ യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. വാവ്, 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10-ാം അധ്യായം 5-ാം വാക്യം. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോവും. 2-ാം വാക്യം മുതൽ. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഞാൻ അധികം ആരെയും വിശ്വസിപ്പിക്കാനോ അവരെ നിർബന്ധിക്കാനോ ശ്രമിക്കാറില്ല. ഞാൻ ആരും വചനത്തിൽ തർക്കിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ അവരുടെ ഉള്ളിൽ തന്നെത്താൻ ആ വിശ്വാസം ഉണ്ടാകുവാനിടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ യേശുവും തന്നെത്താൻ ഒരിക്കലും പിതാവുമായി മാറി ചിന്തിച്ചിട്ടില്ല. യേശു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ വചനം വായിക്കുന്നു, എന്നിട്ടും എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരിക്കലും എന്നെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ വചനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് വചനം വായിക്കുന്നത് കൊണ്ടല്ല, പിതാവ് വരം നൽകിയിട്ടല്ലാതെ ആരും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല. ബിലവഡ്, ഞാനും ഇതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പിതാവ് നിങ്ങളെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ എല്ലാ കാര്യത്തിലും പിതാവിൽ മാത്രം ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ഈ കാര്യം പറഞ്ഞു. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് പിതാവ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ നിങ്ങൾ എന്നിലാണ്. ഇപ്പോൾ ആ ബന്ധം എന്ന് പറയുന്നത് അത് പിതാവുമായി വീണ്ടും ആയിരിക്കുകയാണ്. രത്നയുടെ സാക്ഷ്യത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച എന്താണ്? അവൻ ആഗ്രഹിച്ചു അവന് വേണ്ടി ആരെങ്കിലും വാക്സിനേഷന്റെ സ്ലോട്ട് ബുക്ക് ചെയ്യണമെന്ന്. പക്ഷെ അത് നടക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൻ ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ അവൻ കണ്ടു അവിടെ വാക്സിനേഷൻ നടക്കുന്നത്. അവൻ 5 മിനിറ്റ് കൊണ്ട് അത് ലഭിച്ചു. പിതാവ് പറയുകയാണ്, നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിച്ചാൽ അത് ചിലപ്പോൾ സമയമെടുക്കും. പക്ഷെ നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ ആളുകളോട് പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ 10 ദിവസം ചിലപ്പോൾ എടുക്കും. പക്ഷെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിതാവിന്റെ അടുത്തേക്ക് പോകുക. പിതാവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്കറിയാമോ, എല്ലാ പ്രാവശ്യവും നിങ്ങൾ ആരോടെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ പുത്രനല്ല, ഞാൻ ഒരു ദാസനാണ്, നിങ്ങൾ പുത്രനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അപ്പോൾ ആ സ്ഥാനം പിതാവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വിപത്തിയിലായിത്തീരും. ആരുടെയെങ്കിലും ജീവിതത്തിൽ സാക്ഷ്യം കൂടുതലുണ്ടെങ്കിൽ അവർ പിതാവിൽ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നു. ആർക്കെങ്കിലും ജീവിതത്തിൽ സാക്ഷ്യം ഇല്ല എങ്കിൽ അതെന്തുകൊണ്ടെന്നാൽ അവർ മനുഷ്യരിലാണ് ആശ്രയിക്കുന്നത്, പിതാവിലല്ല. പുത്രന്റെ ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് പറയുന്നത് പിതാവുമായിട്ടാണ്. യേശു അനേകരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവൻ പിതാവിന്റെ സാക്ഷ്യത്തിൽ വിശ്വസിച്ചു. ആദ്യം നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ദൈവവും പിതാവുമായിട്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും. എനിക്ക് ചർച്ച് വളരെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ബന്ധം പിതാവുമായിട്ടുള്ളത് നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എൻ്റെ പിതാവിൽ മാത്രം ആശ്രയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിൽ ആശ്രയിച്ചവരോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ ബന്ധത്തിൽ ഞാൻ അധികം ദൃഢമായി. ഇത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അവന് വളരെ സന്തോഷം നൽകുന്നതാണ് അവൻ നമ്മുടെ സംരക്ഷിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നു, വീണ്ടും നിങ്ങൾ ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിതാവ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവനോട് കൂടി ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ. ഞാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സന്തോഷം എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? നിങ്ങൾ അവന്റെ അടുത്തേക്ക് നേരെ ചെല്ലുമ്പോൾ.
അവൻ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളും നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ അവൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ മകനാണ് എന്ന്. പക്ഷെ ആദ്യം നീ വിശ്വസിക്കണം പിതാവ് നിന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. മനുഷ്യൻ എന്നുള്ള പ്രശംസയിലായിരുന്നു അവർ അധികം ഇഷ്ടപ്പെട്ടിരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതാവിൽ നിന്ന് മാത്രം എനിക്ക് പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം 12:36. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളയിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. യേശു വെളിച്ചമാണെങ്കിൽ ഞാനും വെളിച്ചമാണ്. ഞാൻ അവനിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഇരുട്ടിലല്ല, ഞാൻ വെളിച്ചത്തിലാണ്. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. എവിടെ എഴുതിയിരിക്കുന്നു? യേശു അറിഞ്ഞിരുന്നു പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന്. താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നും. നിങ്ങൾ മറ്റുള്ളവരുടെ സഹായിക്കാൻ അപ്പോഴാണ് സാധിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടുന്ന് വന്നുവെന്നും. ഒരു പുത്രൻ എന്ന് പറയുന്നത് അവൻ ഒരിക്കലും സ്വന്തം സംരക്ഷണം ചെയ്യുവാനല്ല വന്നത്, അവൻ മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നിങ്ങളൊരു ബന്ധത്തിലാണ് എങ്കിൽ ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കും ഭാര്യ അവരുടെ സഹായിക്കണം, അവരെ ശുശ്രൂഷിക്കണമെന്ന്. പക്ഷെ നിങ്ങൾ ഒരു പുത്രനാണ് എങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കും, നിങ്ങൾ അവരെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ഇതൊരു വ്യത്യസ്തമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുത്രനാണെന്നുള്ള തിരിച്ചറിവിലാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 14-ാം അധ്യായം 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ അത്ഭുതകരമായിരിക്കുന്നു. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിന്റെ അവസാനത്തെ പ്രാർത്ഥന. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ. ഇത് ഒരുമയുടെ പ്രാർത്ഥനയാണ്. പിതാവ് ആഗ്രഹിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. നിങ്ങൾ നിങ്ങളെ തന്നെ അവനുമായി ഒന്നായി കാണുക. നമ്മൾ പഠിച്ചു, എല്ലാ സൃഷ്ടികളും സാക്ഷ്യം പറയും പുത്രന് വേണ്ടി. ജീവന്റെ വ്യവസ്ഥയും സാക്ഷ്യം പറയും ഒരു പുത്രന് വേണ്ടി. ഇപ്പോൾ നമ്മൾ വിശ്രമത്തിലാണ്. നമ്മൾ പിതാവിനെ പുറത്തല്ല നോക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് ഇതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആദത്തിൽ നിന്നുള്ളവരല്ല, സ്വർഗത്തിൽ നിന്ന് പുതിയ വീണ്ടും ജന്മം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ആദത്തിൽ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമമായിരുന്നു. ഒരു പുത്രനിൽ ജീവന്റെ നിയമമാണുള്ളത്. മോണോജീൻ, ഒരു പുതിയ സൃഷ്ടി, ദൈവത്തിൽ നിന്ന് ജനിച്ചത്, ദൈവത്തിന്റെ DNA. PDF-ൽ ഞാനാകുന്നു, ഞാൻ ആരെന്നുള്ള തിരിച്ചറിവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി, സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: എല്ലാ കാര്യങ്ങളും ഹാ ആമേൻ പറയും. എല്ലാ സൃഷ്ടികളാണെങ്കിലും എല്ലാ പ്രവർത്തികളാണെങ്കിലും ആദ്യം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ സാക്ഷ്യത്തിൽ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഞാൻ അവനെ അസത്യവാദിയാക്കുകയില്ല. രണ്ടാമത്, ഞാൻ എന്നെ തന്നെ ചതിക്കുകയില്ല, ഞാൻ മറക്കുകയില്ല ഞാൻ ആരാണെന്ന്. എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇത് ഓർത്തിരിക്കുക ആവശ്യമാണ്. ഞാനിപ്പോൾ ആദമല്ല, ഞാൻ ക്രിസ്തുവാണ്. എൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അതിപ്പോൾ പുതിയതാണ്. പിന്നെ എഴുതിയിരിക്കുന്നു, അവൻ ആരാണെന്ന് മറന്നു പോകാത്തവൻ. എല്ലാ കാര്യങ്ങളും അവൻ അനുഗ്രഹിക്കപ്പെടും. എല്ലാ കാര്യങ്ങളും സാക്ഷ്യം പറയും, ഇത് ആദമല്ല, ഇതൊരു പുത്രനാണ്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പറയും, ഇവന്റെ ജീവൻ വ്യത്യസ്തമാണ്. പരീശരും യേശുവിന്റെ സമയത്തിൽ അവനെ എന്തുകൊണ്ടാണ് കല്ലെറിഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെന്ന്. അതേ തിരിച്ചറിവാണ് എന്റെയും നിങ്ങളുടെയും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവങ്ങളാണ്, ദൈവത്തെ പോലെ. ഇപ്പോൾ ഞാൻ ആദമല്ല, ഞാൻ ദൈവത്തെ പോലെയാണ്. ഞാനത് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ജേതാവിനേക്കാൾ മുകളിലാണെന്ന്. അപ്പോൾ ഞാൻ പഠിക്കുകയാണ് അധികമായി വിശ്രമിക്കാൻ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉള്ളിൽ സ്വയം ജീവന്റെ നിയമമാണ് പ്രവർത്തിക്കുന്നത്. ഒരു പുത്രൻ ഒരിക്കലും സ്വന്തം ഒരു കാര്യങ്ങളും നഷ്ടപ്പെടുത്തുകയില്ല. അവൻ ആരെയെങ്കിലും രോഗിയെ തൊട്ടാൽ അവർ സൗഖ്യം പ്രാപിക്കും. പ്രിയ മരിച്ചിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. വീണ്ടും ജന്മം പ്രാപിക്കാൻ മരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും യേശുവാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ വിശ്രമിക്കുക മാത്രം ചെയ്യുകയാണ്. അവനാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ആ സ്ഥാനത്തേക്ക് വരികയാണ്. ഞാൻ ആ സാക്ഷ്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന പിതാവിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. വരൂ, നമുക്ക് ദൈവത്തിന് നന്ദി അറിയിക്കാം. ഇന്ന് നമ്മൾക്ക് വിളിച്ച ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ രാജ്യത്തിൽ ഞാൻ അങ്ങയുടെ പുത്രനാണ്. അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. അങ്ങ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ആത്മീയ വളർച്ച എനിക്ക് ലഭിച്ച് എൻ്റെ ആത്മീയ ചിന്തയിൽ അതിൽ ലഭിച്ച ഉന്നതിയുടെ ഓഹരി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ഇതിനെ വളർത്തുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്നു.